നമസ്കാരം സാർ. നമസ്കാരം. പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദന കേസ് തുടങ്ങി ഗുരുതര വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന ഒരു ഉന്നത പോലീസ് മേധാവിയാണ് ADGP MR അജിത് കുമാർ. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ DGP ആക്കി നിയമിക്കാനുള്ള ശുപാർശ അതായത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സംസ്ഥാന സർക്കാരിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അത് സാർ അറിഞ്ഞു കാണും. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് CPI ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ ഒരിക്കലും DGP ആയി നിയമിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൽ എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ? ഇത് ADGP MR അജിത് കുമാർ ഈ അന്വേഷണങ്ങളെ ഇപ്പം അജിനെ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള 2-3 അന്വേഷണങ്ങളുണ്ട്. അതായത് പൂരം കലക്കല്, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ ആരോപണങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് DGP ആയിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് ഉത്തരവായിരിക്കുകയാണ്. 2026 നിയമനം നടക്കുക. പക്ഷെ ആ പ്രൊമോഷൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഇതിങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അന്വേഷണമൊക്കെ ഏത് വഴിക്കാണ് പോകുന്നതെന്നും എങ്ങനെയാണ് നടത്തുന്നതെന്നും ഇവിടുത്തെ ഈ പിണറായി വിജയനും MR അജിത് കുമാറും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കൃത്യമായി അറിയാം. പക്ഷെ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് അതല്ല. ഇതിന് പല കാര്യങ്ങളിലും എതിർത്ത് നിന്നിരുന്ന മന്ത്രിസഭയിലെ 2ാമത്തെ ഘടകകക്ഷിയായ CPI ആണ്. CPIയുടെ വില അല്പം പോലും പരിഗണിച്ചില്ല മന്ത്രിസഭാ യോഗത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI ഈ എടുത്ത് കറിവേപ്പില പോലെ എടുത്ത് കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. CPIക്ക് എല്ലാം ഇപ്പോഴും അവഗണന തന്നെയാണ്. ഇത് CPIയെ കൊണ്ട് അങ്ങേയറ്റം പൊറുതിമുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ADGPയുടെ പേരിൽ അന്വേഷണം തന്നെ ഏർപ്പെടുത്തിയത്. അക്കാര്യത്തിൽ CPI വളരെ കർക്കശമായി നിന്നു. ബിനോയ് വിശ്വത്തിന്റെ ഒരു നിർബന്ധമൊന്നുമല്ല, താഴെ തട്ടിൽ മുതലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് സർക്കാർ തലത്തിലെ അന്വേഷണം ഏർപ്പെടുത്തിയത്. ആ അന്വേഷണമൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ സ്ഥാനക്കയറ്റം. അപ്പോൾ CPIയുടെ വാക്കിന് എന്ത് വില എന്നുള്ളതാണ്. പലപ്പോഴും CPMന്റെ ചവിട്ടും കുത്തുമേറ്റ് കിടക്കുന്ന ഒരു ഘടകകക്ഷി മാത്രമാണ് CPI. CPIയെ പലതരത്തിൽ അവഗണിച്ചിട്ടുണ്ട്, പല രീതിയിലും. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇവർക്ക് ലോക്സഭയിലേക്ക് 4 മണ്ഡലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരവും മാവേലിക്കരയും തൃശ്ശൂരും വയനാടുമാണ്. ഇതില് 4 എണ്ണത്തിൽ 3 എണ്ണവും സ്റ്റാർ മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ മണ്ഡലം എന്ന് പറയുന്നത് BJP നോട്ടമിട്ടിരിക്കുന്ന, BJPയുടെ കൈയെത്തുന്ന തരത്തിൽ നിൽക്കുന്ന മണ്ഡലമാണ്. CPIയുടെ വമ്പന്മാർ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ഈ ശക്തമായ ത്രികോണപ്പോര് നടന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലവുമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ഇതൊരു സ്റ്റാർ മണ്ഡലം തന്നെയാണ്. പിന്നീട് തൃശ്ശൂരിലെ സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി അവിടെ സ്റ്റാർ മണ്ഡലമായി. BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടിറങ്ങിയിട്ടുള്ള മണ്ഡലവുമാണ്. വയനാട് സ്റ്റാർ മണ്ഡലമായതെന്ന് ചോദിച്ചാൽ അവിടെ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഒക്കെ, പ്രിയങ്കയാണല്ലോ ഇപ്പൊ അവിടുത്തെ MP, മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അത് സ്റ്റാർ മണ്ഡലമായത്. CPIക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലമാണ്. പിന്നെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മാവേലിക്കരയും തിരുവനന്തപുരത്തും മുൻകാലങ്ങളിലുണ്ട്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 4 തവണയായിട്ട് തരൂരാണ് വിജയിച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ തൃശ്ശൂരില് ഇവർക്ക് വിജയസാധ്യത കണ്ടിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, തൃശ്ശൂരിൽ CPMനും CPIക്കും ഒക്കെ ദേശീയ തലത്തിലൊക്കെ തന്നെ MP കുറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന CPIക്ക് ഉണ്ടായിരുന്ന ഒരിടമാണ് തൃശ്ശൂര്. ആ തൃശ്ശൂരിൽ ഇക്കുറി വിജയിക്കുമെന്ന് CPI കണക്ക് കൂട്ടി. അവിടെ മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറാണ് മത്സരിച്ചത്. പക്ഷെ ഈ CPI മത്സരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ CPMകാര് ഒരിക്കലും പ്രവർത്തിക്കാൻ ഇറങ്ങത്തില്ല.
ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ CPIക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല. ഇവരൊക്കെ എന്ത് ചെയ്യും? തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലുള്ള CPM പ്രവർത്തകരൊക്കെ തന്നെ തൊട്ട് അയൽ മണ്ഡലങ്ങളിലേക്ക് പോകും. ആറ്റിങ്ങലിലേക്കും, ആറ്റിങ്ങലിൽ കടുത്ത ത്രികോണ മത്സരമായിരുന്നു. പിന്നെ CPMന്റെ വി ജോയിയാണ് മത്സരിച്ചത്. ഇക്കുറി വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തിയതുമാണ്. അത് അവിടേക്ക് അങ്ങ് പോകും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലേക്ക്. ഇപ്പൊ തൃശ്ശൂരിൽ CPIക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് CPMകാരൊന്നും ഇല്ല. അവരൊക്കെ എങ്ങോട്ടേക്ക് പോയി? പിന്നെ ആലത്തൂരിലേക്ക് പോയി, പാലക്കാടേക്ക് പോയി, വടകരയിലേക്ക് പോയി. അപ്പോൾ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും CPI ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്? വയനാട്ടിൽ പിന്നെ എഴുതി തള്ളിയിട്ടിരിക്കുകയാണ്. കൂടുതൽ വോട്ട് കിട്ടിയെങ്കിലായി. മാവേലിക്കരയിൽ ഇക്കുറി അവരൊരല്പം പ്രതീക്ഷ വെച്ച് പുലർത്തി. മറ്റൊന്നുമല്ല, കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത്. 9ാമത്തെ തവണയാണ് ഇത്തവണ മത്സരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു യുവ നേതാവിനെയാണ് CPI ഇറക്കിയത്. ആ CPI നേതാവിന് വേണ്ടി പോലും CPMകാർ അവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുള്ളത് കൊണ്ട് ഇക്കുറി ജയിക്കും എന്ന് CPI കണക്ക് കൂട്ടിയിരുന്നു. CPI കണക്ക് കൂട്ടിയിരുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് മാവേലിക്കരയുമാണ്. അപ്പോൾ അത്തരത്തിൽ തൃശ്ശൂരിൽ അത്രയും പ്രതീക്ഷ CPI വെച്ചു പുലർത്തിയപ്പോൾ അതിനെ തകിടം മറിക്കുന്ന തരത്തിലാണ് BJPയും CPMും തമ്മിലുള്ള ഒരു ഡീലിങ്സ് അവിടെ നടന്നത്. അതായത് പൂരം കലക്കി അതിനകത്തൂടെ വോട്ട് മറിക്കുക. അങ്ങനെ വോട്ട് മറിച്ച് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക. ഇതൊരു വലിയ ഡീലാണ്. ആ ഡീലിലൂടെ പിന്നെ നഷ്ടം മുഴുവൻ ഉണ്ടായത് CPIക്കാണ്. അപ്പോൾ എപ്പോഴും കച്ചവടത്തിനകത്ത് CPI തന്നെയാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. CPIക്ക് പലതരത്തിലുള്ള പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. CPIയുടെ ജില്ലാ ഘടകങ്ങളിലൊക്കെയുള്ള സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇതിനെതിരെയൊക്കെ ശക്തമായ വിമർശനമുണ്ടായി. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെ, ബിനോയ് വിശ്വത്തിനെതിരെ തന്നെ. കാരണം പാർട്ടിയെ CPMന്റെ കാൽക്കീഴിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് MM മണി പോലും പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തില് എവിടെയെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ, പാർലമെന്റ് അല്ല, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാമോ എന്ന്. എത്ര പേരുണ്ടാകും എന്നാണ് ചോദിച്ചത്. അത് CPIയുടെ നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയത്. അങ്ങനെ CPIയെ ഏതൊക്കെ തരത്തിൽ താറടിക്കാമോ ആ തരത്തിലൊക്കെ തന്നെ ആണ് ഈ CPMകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത്, പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് CPIയെ കൊണ്ടുപോയി CPMന്റെ തൊഴുത്തിൽ കെട്ടി എന്നും പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു. പല കാര്യങ്ങൾ പോലും ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തമായിട്ട് എതിർപ്പൊന്നും തന്നെ CPMന്റെ LDF യോഗത്തിൽ ഉന്നയിക്കാറില്ല എന്നും പരക്കെ പരാതി വരെ ഉണ്ടായി. അപ്പോൾ CPI അറിഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ഇവർക്ക് കീഴ്പ്പെട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ADGP MR അജിത് കുമാറിന്റെ അന്വേഷണത്തിലേക്ക് പോയത് തന്നെ CPIയുടെ കടുംപിടുത്തം കാരണമാണ്. CPI അതിനകത്ത് വളരെ ശക്തമായിട്ട് തന്നെ തൃശ്ശൂർ പൂരം കലക്കലിനെ കുറിച്ച് അന്വേഷണം വേണം, ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം വേണം. അതൊക്കെ CPIയുടെയോ CPMന്റെയോ പാർട്ടിയുടെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് ശക്തിയുക്തം വാദിച്ചു CPI. അങ്ങനെ വളരെ ശക്തിയായിട്ട് നിന്നതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം കൊണ്ടുവന്നത്. പക്ഷെ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് DGP ആയിട്ട് ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു വിരോധാഭാസം നോക്കുക. ഒരാളുടെ പേരിൽ അന്വേഷണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് വേറെ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണമല്ല. ഈ അന്വേഷണം എന്ന് പറയുന്നത് ആ ഒരു പേരിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിക്കുകയൊന്നുമല്ല. MR അജിത് കുമാർ കുറെ കാര്യങ്ങൾ എഴുതി കൊടുക്കും, അതനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മറ്റേ നവീൻ ബാബുവിന്റെ വിഷയത്തില് കളക്ടറെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. കളക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മാത്രമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. അപ്പോൾ CPIയുടെ വാക്കിന് കാക്കാശിന് പോലും വിലയില്ലാത്ത രീതിയിൽ അവഗണിച്ചിട്ടിരിക്കുകയാണ് മുൻകാലങ്ങളിലും. ഇപ്പൊ ഏറ്റവും അവസാനത്തെ തെളിവ് ഇതുകൂടിയാണ്.